ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെക്നോളജി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ യൂണിറ്റ് 2-ലെ ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി. സോ ഹാർവസ്റ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏത് ടൈമിൽ നമ്മൾ ട്രീയിൽ നിന്ന് പ്ലക്ക് ചെയ്യണമെന്നുള്ളതാണ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഏത് ടൈമിൽ ഇതിനെ ഹാർവസ്റ്റ് ചെയ്യണമെന്നുള്ളത്. സോ ഫസ്റ്റ് പോയിന്റ്, ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഡിറ്റക്ട് അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി എ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഷുഡ് ബി ഹാർവസ്റ്റഡ് ആർ ക്രൂഷ്യൽ ടു ഇറ്റ് സബ്സീക്വൻറ്റ് സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റബിൾ ഷെൽഫ് ലൈഫ്. അപ്പോൾ ഈ ഹാർവസ്റ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൂഷ്യൽ മെത്തേഡാണ്. ദീസ് മേ ബി defined in terms of either their physiological maturity or their horticulture maturity and are based on the measurements of various qualitative and quantitative factors. അപ്പോൾ ഈ ഹാർവസ്റ്റ് മെച്യൂരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒന്നെങ്കിൽ ആ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഹോർട്ടിക്കൾച്ചർ മെച്യൂരിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ ഹാർവസ്റ്റ് മെച്യൂരിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഹാർവസ്റ്റ് മെച്യൂരിറ്റി ഷുഡ് ബി അറ്റ് എ സ്റ്റേജ് വിച്ച് വിൽ അലോ ഇറ്റ് ടു ബി അറ്റ് ഇറ്റ്സ് പീക്ക് കണ്ടീഷൻ വെൻ ഇറ്റ് റീച്ചസ് ദ കസ്റ്റമർ. അപ്പോൾ ഹാർവസ്റ്റ് മെച്യൂരിറ്റി നമ്മൾ ആ ഒരു പീക്ക്, അതായത് ഹാർവസ്റ്റ് മെച്യൂരിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമറിന് ആ ഒരു ഫ്രൂട്ടിൻ്റെ വെജിറ്റബിളിൻ്റെ പീക്ക് കണ്ടീഷനിൽ കൺസ്യൂമറിൻ്റെ കയ്യിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ബി അറ്റ് എ മെച്യൂരിറ്റി ദാറ്റ് അലൗസ് ഇറ്റ് ടു ഡെവലപ്പ് ആൻ അക്സെപ്റ്റബിൾ ഫ്ലേവർ ഓർ അപ്പിയറൻസ്. അതേപോലെ തന്നെ ഇതിനൊരു നമുക്ക് വേണ്ടുന്ന ഒരു അക്സെപ്റ്റബിൾ ഫ്ലേവർ അല്ലെങ്കിൽ അപ്പിയറൻസ് ഈ ഒരു ഫ്രൂട്ടിന് വെജിറ്റബിളിന് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ബി അറ്റ് എ സൈസ് റിക്വയർഡ് ബൈ ദ മാർക്കറ്റിന് വേണ്ടുന്ന ഒരു സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ടൈമിൽ നമുക്കതിനെ ഹാർവസ്റ്റ് ചെയ്തിട്ട് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട് ടു ബി ടോക്സിക്, ഹാവ് ആൻ അഡിക്വേറ്റ് ഷെൽഫ് ലൈഫ്. ഇതിന് നല്ലൊരു ഷെൽഫ് ലൈഫ് ഉണ്ട്, ടോക്സിക് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹാർവസ്റ്റ് മെച്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെത്തേഡ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്, ഫിസിയോളജിക്കൽ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡ്സിൽ കുറേ രീതിയിൽ നമുക്ക് ഫിസിക്കലി നമ്മളുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർവസ്റ്റ് മെച്യൂരിറ്റി എത്തിയോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഏകദേശം 15 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്കിൻ കളർ. സോ സ്കിൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യും റൈപ്പൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കിൻ കളർ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫ്രൂട്ട്സ് വെയർ ദ സ്കിൻ കളർ ചേഞ്ചസ് ആസ് ദ ഫ്രൂട്ട് റൈപ്പൻസ് ഓർ മെച്യൂർസ്. ഫ്രൂട്ട് റൈപ്പൻ അല്ലെങ്കിൽ മെച്യൂർ ആവുന്ന സമയത്ത് ഫ്രൂട്ട്സിൻ്റെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യും. അത് ഒരു കോമൺലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇൻ സം ഫ്രൂട്ട്സ് ദർ ആർ നോ പെർസെപ്റ്റബിൾ കളർ ചേഞ്ച് ഡ്യൂറിങ് മെച്ചുറേഷൻ. പക്ഷേ ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. ചില ഫ്രൂട്ട്സിൽ ഇതുപോലെ കളർ ചേഞ്ച് നടക്കത്തില്ല മെച്യൂർ ആവുന്ന സമയത്ത്. സം ട്രീ ഫ്രൂട്ട് കളർ ഓഫ് സ്കിൻ മേ ബി പാർഷ്യലി ഡിപ്പെൻഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഫ്രൂട്ട് ഓൺ ദ ട്രീ ഓർ ദ വെതർ കണ്ടീഷൻ ഡ്യൂറിങ് പ്രൊഡക്ഷൻ. ഇനി ചില ഫ്രൂട്ട്സിനാണെങ്കിൽ ഇത് ട്രീയിൽ കിടക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വെതർ കണ്ടീഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം മാംഗോ തന്നെ ആണെങ്കിൽ സൺഷെയ്ഡിൽ വളരുന്ന മാംഗോയും പുറത്ത് സൺറൈസ് കൊണ്ട് വളരുന്ന മാംഗോയുടെയും കളർ തമ്മിൽ റൈപ്പൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം സൺറൈസ് കൊള്ളുന്നതിന് ഈ സണ്ണിൻ്റെ റേസ് വന്നിട്ട് അല്ലെങ്കിൽ മഴ അടിച്ചിട്ട് വെയിലടിച്ചിട്ടൊക്കെ ഇതിൻ്റെ കളർ ബ്ലീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സൺഷെയ്ഡിൽ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ വെതർ കണ്ടീഷന്, ഇത് ട്രീയുടെ ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, ഇതിനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഈ കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇൻ പപ്പായ ദ ഫ്രൂട്ട് ടേൺസ് ഫ്രം ഗ്രീൻ ടു യെല്ലോ ഡ്യൂറിങ് റൈപ്പനിങ്. അപ്പോൾ പപ്പായയുടെ കേസാണെങ്കിൽ പപ്പായ ഗ്രീൻ കളറിൽ നിന്ന് യെല്ലോ കളറിലോട്ട് മാറി റൈപ്പൻ ചെയ്യുന്ന സമയത്ത്. ഇഫ് ദ ഫ്രൂട്ട് ഈസ് ഹാർവസ്റ്റഡ് വെൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രീൻ ഇറ്റ് മേ ബി പോസിബിൾ ടു ഡെവലപ്പ് ദ കളർ ആഫ്റ്റർ ഹാർവസ്റ്റ് ബട്ട് നോട്ട് ഓൾ ദ ഫ്ലേവർ ക്യാരക്ടറിസ്റ്റിക്സ്. ചില ഇത് ഗ്രീൻ കളറിലാവുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പ്ലാന്റെയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാന്റെയിൻസിൽ കളർ ചേഞ്ച് നടക്കും, പക്ഷേങ്കിൽ എല്ലാ ഫ്ലേവർ ക്യാരക്ടറിസ്റ്റിക്സും ഇതിന് ഡെവലപ്പ് ആവത്തില്ല ഇത് റൈപ്പൻ ആവുന്ന സമയത്ത്. ഇൻ സം അതർ ഫ്രൂട്ട്സ്, ഫോർ എക്സാമ്പിൾ ടൊമാറ്റോസ്, ഫുൾ ഫ്ലേവർ മേ ഒൺലി ബി ഡെവലപ്ഡ് ഇൻ ഫ്രൂട്ട്സ് വിച്ച് ആർ ഫുള്ളി റെഡ് ഓൺ ദ പ്ലാന്റ് പ്രയർ ടു ഹാർവസ്റ്റിംഗ്. ഇനി ചില ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പോലുള്ളത് ഫുൾ ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ആ പ്ലാന്റിൽ തന്നെ റെഡ് കളറിലായെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഫുൾ ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലാന്റിൽ തന്നെ ഫുൾ ഫ്ലേവർ ഡെവലപ്പ് ചെയ്യണം. എന്നാലേ ടൊമാറ്റോയിൽ റെഡ് കളർ ആവുന്നുടനെ നമുക്കത് പ്രോപ്പറായിട്ട് ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ദ അസസ്മെൻറ്റ് ഓഫ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി ബൈ സ്കിൻ കളർ ചേഞ്ചസ് യൂഷ്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഹാർവസ്റ്റർ. ബട്ട് കളർ ചാർട്ട്സ് ആർ യൂസ്ഡ് ഫോർ സം കൾട്ടിവേഴ്സ് ഓഫ്
ആപ്പിൾ, ടൊമാറ്റോ, പീച്ച്, ചില്ലി പെപ്പർ എക്സെട്ര. മെയിൻലി നമ്മൾ ഈ ഹാർവസ്റ്റ് മെച്യൂരിറ്റിയിൽ സ്കിൻ കളർ ഓൾമോസ്റ്റ് ഓൾ ഫ്രൂട്ട്സിൻ്റെതും ഹാർവസ്റ്ററിൻ്റെ ഐ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും, ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ചില ഫ്രൂട്ട്സിന് കളർ ചാർട്ട്സ് ഉണ്ട്. ആ കളർ ചാർട്ട്സ് ഉള്ളതാണ് ആപ്പിൾ, ടൊമാറ്റോ, പീച്ച്. ഇതൊക്കെ മെച്യൂരിറ്റി ആയോ, പ്രോപ്പർ കളർ ആയോ എന്ന് കളർ ചാർട്ട് വെച്ചായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് സ്കിൻ കളർ. സെക്കൻഡ് വണ്ണാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്. ഒപ്റ്റിക്കൽ മെത്തേഡിൽ ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടീസ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ റൈപ്നെസ് ഓഫ് ഫ്രൂട്ട്. The change in the transmission of diffused light was affected by the level of chlorophyll in the fruit, which reduces during ripening. അതായത് ഈ ഒപ്റ്റിക്കൽ മെത്തേഡിൽ ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടി മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലോറോഫിലിൻ്റെ ലെവലിനെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ടിൽ അല്ലെങ്കിൽ വെജിറ്റബിളിൽ ക്ലോറോഫിൽ കണ്ടന്റ് എത്രയുണ്ടോ അത്രയും ലൈറ്റ് ഇത് എമിറ്റ് ചെയ്യും. അങ്ങനെ ഇത് മെച്ചറായോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ബനാന, ടൊമാറ്റോ, പപ്പായ ഒക്കെയാണ് മെയിൻലി ഈ മെത്തേഡ് വഴി മെച്യൂരിറ്റി നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലോറോഫിൽ കണ്ടന്റ് ഓഫ് the fruit, which is reduced during maturation. The fruit is exposed to a bright light, which is then switched off, so the fruit is in dark. അപ്പം ഇതിൻ്റെ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഫ്രൂട്ടിനെ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ ആദ്യമേ എക്സ്പോസ് ചെയ്യും, എന്നിട്ട് ഒരു ഡാർക്ക് റൂമിൽ വെച്ചിട്ട് നമ്മളുടെ ഫ്രൂട്ടിലോട് ഒരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കും. അപ്പം ഈ ഫ്രൂട്ട് കുറേ ബ്രൈറ്റ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുന്ന ഉടനെ ഈ ഫ്രൂട്ട് കുറച്ച് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അപ്പം ഈ എമിറ്റ് ചെയ്യുന്നത് ഒരു സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യും. അപ്പം ഇത് എമിറ്റ് ചെയ്യുന്നത് ക്ലോറോഫിലാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ അത്രയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് അത്രയും മെച്ചുറായിട്ടില്ല. അപ്പോൾ ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കുറഞ്ഞെങ്കിൽ മാത്രമേ ഫ്രൂട്ട് മെച്ചുറായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പം എ സെൻസർ ദെൻ മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ ഫ്രൂട്ട് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ക്ലോറോഫിൽ കണ്ടന്റ് ആൻഡ് ദസ് ഇറ്റ്സ് മെച്യൂരിറ്റി. ഇനി ബോഡി ട്രാൻസ്മിറ്റൻസ് സ്പെക്ട്രോസ്കോപ്പി ആയിരിക്കും നമ്മൾ പപ്പായ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബോഡി ട്രാൻസ്മിറ്റൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും പപ്പായയെ റൈപ്പൻ നോൺ റൈപ്പൻ ഗ്രൂപ്പായിട്ട് ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് മെഷീൻസ് വാസ് യൂസ്ഡ് ഫോർ കളർ സോർട്ടിംഗ് സിട്രസ് ഫ്രൂട്ട് ആൻഡ് വാസ് ഏബിൾ ടു സെപ്പറേറ്റ് ഓറഞ്ചസ് ആൻഡ് ലൈം ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ക്ലോറോഫിൽ ലെവൽസ്. അപ്പോൾ ക്ലോറോഫിൻ്റെ ലെവലിൽ വെച്ചിട്ട് സിട്രസ് ഫ്രൂട്ട്, ലൈം, ഓറഞ്ച് അങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സിൽ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് മെഷീൻ. ഇതാണ് സെക്കൻഡ് വൺ, ഒപ്റ്റിക്കൽ മെത്തേഡ്. ഇനി തേർഡ് വണ്ണാണ് ഷേപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ ഷേപ്പ് ഓഫ് ഫ്രൂട്ട് ക്യാൻ ചേഞ്ച് ഡ്യൂറിങ് മെച്ചുറേഷൻ ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ടു ഡിറ്റർമൈൻ ഹാർവസ്റ്റ് മെച്യൂരിറ്റി. അപ്പോൾ ഷേപ്പ് മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ടിൻ്റെത് ചേഞ്ച് ചെയ്യും. അത് വെച്ചിട്ടാണ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ബനാന ദ ഇൻഡിവിജ്വൽ ഫ്രൂട്ട് ബിക്കം മോർ റൗണ്ടഡ് ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് ലെസ് ആംഗുലർ ആസ് ദ ഡെവലപ്പ് ഓൺ ദ പ്ലാന്റ്. Banana broad instruct farmers to harvest their fruit at maturity stages which such as full 3/4, light full 3/4 or full. അതായത് ബനാനയിൽ ഓരോ ഇൻഡിവിജ്വൽ ഫിംഗേഴ്സും ആദ്യമേ മെച്ചുർ ആവാത്ത സമയത്ത് ആംഗുലാർ ആയിരിക്കും. അത് മെച്ചുർ ആവുമ്പം ആ ആംഗിൾസ് ഒക്കെ മാറി അത് കുറേയും കൂടെ റൗണ്ടഡ് ആവും. അപ്പം ഇതാണ് 4 പാർട്ടുകൾ ബനാനയുടെ 4 സ്റ്റേജസ്. 3/4, ലൈറ്റ് ഫുൾ 3/4, ഫുൾ 3/4, ഫുള്ള്. അതിൽ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മച്വർ സ്റ്റേജിലുള്ളതായിരിക്കും. ബാക്കി 3 സ്റ്റേജിലോട്ട് വരുന്ന ഉടനെ അതിൻ്റെ ആ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആംഗുലാർ ഷേപ്പൊക്കെ മാറിയിട്ട് ഓൾമോസ്റ്റ് റൗണ്ടഡ് ഷേപ്പായി. ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെച്യൂർഡായി. അപ്പോൾ ഈ 3 സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ആവശ്യാനുസരണം നമ്മൾ ബനാനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മാംഗോസ് ആണ് ഷേപ്പിൽ പറയുന്നത്. മാംഗോസ് ഓൾസോ ചേഞ്ച് ഷേപ്പ് ഡ്യൂറിങ് മെച്ചുറേഷൻ ഓൺ ദ ട്രീ. As the mango matures, the relationship between the shoulder of the fruit and at which the stalk is attached to the fruit may change. അതായത് മാംഗോയുടെ കേസ് പറയുകയാണെങ്കിൽ മാംഗോയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് മെയിൻലി പറയുന്നത് അതിൻ്റെ ഷോൾഡറും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ സ്റ്റോക്കും തമ്മിലായിരിക്കും. ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന കൂട്ട് തന്നെ ഫസ്റ്റ് പിക്ചർ ഇമ്മച്വർ മാംഗോയുടെയാണ്. അപ്പം ഓൺ വെരി ഇമ്മച്വർ മാംഗോ ദ ഷോൾഡർ സ്ലോപ്സ് എവേ ഫ്രം ദ ഫ്രൂട്ട് സ്റ്റോക്ക്. അതിനകത്ത് ഫ്രൂട്ടിൻ്റെ സ്റ്റോക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ഷോൾഡർ സ്റ്റോക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി നടുക്ക് കൊടുത്തേക്കുന്നത് മെച്വർ ഫ്രൂട്ടാണ്. ഓൺ മെച്വർ ഫ്രൂട്ട് ദ ഷോൾഡേഴ്സ് ബിക്കം ലെവൽ വിത്ത് ദ പോയിന്റ് ഓൺ അറ്റാച്ച്മെൻറ്റ്. അതായത് അതിൻ്റെ ഷോൾഡർ ആ സ്റ്റോക്കിൻ്റെ സെയിം ലെവലിൽ തന്നെ ആയിരിക്കും. ഇനി നല്ലതായിട്ട് മെച്വർ ആയതാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ കുറേയും കൂടെ റേസ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ കളറും മാറും, അതിൻ്റെ ഷേപ്പും മാറും. അങ്ങനെയാണ് മാംഗോയുടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സൈസ്.
സൈസ് എന്ന് പറയുമ്പം ദ ചേഞ്ചസ് ഇൻ സൈസ് ഓഫ് ക്രോപ്പ് ആസ് ഇറ്റ് ഗ്രോയിങ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെൻ ഇറ്റ് ഷുഡ് ബി ഹാർവെസ്റ്റഡ്. അപ്പം സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതായത് എല്ലാ ഫ്രൂട്ടല്ലേ വെജിറ്റബിൾസും ഗ്രോ ചെയ്യുന്ന സമയത്ത്, റൈപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്നിത് ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ സം crops fibers develop as they mature and it is important that they are harvested before this occurs. ഇനി ചില ക്രോപ്സിലാണെങ്കിൽ, ചില റൂട്ട് ക്രോപ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ടപ്പിയൊക്കെ പോലുള്ളതിലാണെങ്കിൽ ഒരുപാട് ഫൈബേഴ്സ് ഡെവലപ്പ് ചെയ്യും, ഒരുപാട് നാരുകളൊക്കെ ഉണ്ടാകും ഇത് നല്ലതായിട്ട് മെച്ചുവർ ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പം ഇത് അത്രയും ഫൈബേഴ്സ് ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻ ക്രോപ്സ് സച്ചസ് ഗ്രീൻ ബീൻസ്, ഒക്ര, അസ്പെരാഗസ്, ദിസ് മേ ബി റിലേറ്റഡ് ടു സൈസ്. അപ്പോൾ സൈസിൻ്റെ ബേസിൽ നമ്മൾ മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഗ്രീൻ പീസ്, ഒക്ര, asparagus. Okay. In bananas, the width of individual fingers can be used for determine their harvest maturity. ബനാനയിൽ ഇൻഡിവിജ്വൽ ഫിംഗേഴ്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മളത് മെച്ചുവർ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഫിഫ്ത്ത് വണ്ണാണ് അരോമ. മോസ്റ്റ് ഫ്രൂട്ട് സിന്തസൈസ് വോളറ്റൈൽ കെമിക്കൽസ് ആസ് ദ റൈപ്പൻ. അപ്പം എല്ലാ ഫ്രൂട്ട്സുകളും ഇത് റൈപ്പൻ ചെയ്യുന്ന സമയത്ത് വോളറ്റൈൽ കെമിക്കൽസ് സിന്തസൈസ് ചെയ്യും. ദിസ് മേ ഗിവ് ദ ഫ്രൂട്ട് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് റൈപ്പ് ഓർ നോട്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഓർഡർ, ഈ വോളറ്റൈൽ കെമിക്കൽ ഓരോ ഫ്രൂട്ടിനും വ്യത്യാസമായിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ഫ്രൂട്ട് റൈപ്പൻ ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദീസ് ഓർഡേഴ്സ് മേ ഓൺലി ബി ഡിറ്റക്റ്റബിൾ ടു ഹ്യൂമൻ സെൻസ് വെൻ എ ഫ്രൂട്ട് ഈസ് കംപ്ലീറ്റ്ലി റൈപ്പ്. അപ്പം ഈ അരോമ നമ്മുടെ ഹ്യൂമൻ സെൻസ് ഓർഗൻസിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് റൈപ്പായോ ഇല്ലയോ എന്നുള്ളത്. ഗ്വാവയ്ക്ക് നല്ല സ്ട്രോങ് അരോമയുണ്ട്. ഗ്വാവയിൽ അരോമ കൊടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ബീറ്റ കാരിയോഫൈലിൻ. ബീറ്റ കാരിയോഫൈലിൻ വാസ് ഐഡൻറ്റിഫൈഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് വോളറ്റൈൽ അസോസിയേറ്റഡ് വിത്ത് ദ അരോമ ഓഫ് ഗുവാവ. ദ അരോമ വോളറ്റൈൽസ് മേ ബി എവിഡൻറ്റ് അറ്റ് ആൻ ഏർലി സ്റ്റേജ് ഓഫ് റൈപ്പനിങ്. റൈപ്പനിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഈ വോളറ്റൈൽ അരോമകൾ ഡെവലപ്പ് ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് ഫ്രൂട്ട് ഓപ്പണിംഗ്. When the fruit of ackee tree is fully mature, on the tree it splits, revealing its black seeds on yellow areoles. In crops such as cauliflower and flowering broccoli, the head may have an unpleasant flavor and texture if it is overdeveloped at harvest. അതായത് ഫ്രൂട്ട് ഓപ്പണിങ്ങിൽ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് ട്രീയിൽ നിൽക്കുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈമായി എന്ന്. അക്കി ട്രീ എന്ന് പറഞ്ഞൊരു ട്രീയിലെ ഫ്രൂട്ട് ആ ട്രീയിൽ മെച്ചുവർ ആയി കഴിയുമ്പം ആ ട്രീയിൽ നിന്നോട് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ബ്ലാക്ക് സീഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി കോളിഫ്ലവർ, ബ്രൊക്കോളി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർ ഡെവലപ്ഡ് ആയാലാണ് ഇതിന് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ ഡെവലപ്പ് ആവുന്നതും ഇത് സ്പ്ലിറ്റ് ആവുന്നതും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഓവർ ഡെവലപ്ഡ് ആയി, ഇനി ഇത് കൊള്ളൂല എന്ന്. ഇനി നെക്സ്റ്റ് ആണ് ലീഫ് ചേഞ്ചസ്. ലീഫ് ചേഞ്ച് മെയിൻലി ഫ്രൂട്ട്സിനെക്കാട്ടിലും വെജിറ്റബിൾസിലാണ് വരുന്നത്. അതും റൂട്ട് ക്രോപ്സിനായിരിക്കും മെയിൻലി. കാരണം റൂട്ട് ക്രോപ്സിൽ ഗ്രൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും ഈ നമ്മുടെ വെജിറ്റബിൾസ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മെച്ചുവർ ആയോ ഇല്ലയോ എന്ന് ഡയറക്റ്റ്ലി നോക്കി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലീഫ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടായിരിക്കും. This is a characteristic which is used in both fruit and vegetable to determine when they should be harvested. In root crops, the condition of the leaves can indicate the condition of the crop below the ground. If potatoes are to be stored, then the optimum harvest time is after the leaves and stem have died down. പൊട്ടറ്റോസിലാണെങ്കിൽ ഒപ്റ്റിമം ഹാർവസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളൊക്കെ ഒരുവിധം ഡൈഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം അതാണ് ലീഫ് ചേഞ്ചസ്. എയ്ത്ത് വണ്ണാണ് അബ്സിഷൻ. As a part of the natural development of fruit, an abscission layer is formed in the pedicel. In melons, harvesting before this abscission layer is fully developed. അപ്പോൾ ഈ മെലൺസിൻ്റെ ഒക്കെ കേസിൽ ഒരു അബ്സിഷൻ ലെയർ ഫോം ചെയ്യും. അപ്പോൾ ആ അബ്സിഷൻ ലെയർ ഫോം ചെയ്യുന്നതിന് മുന്നേ വേണം ഹാർവെസ്റ്റ് ചെയ്യാൻ. അതാണ് അതിൻ്റെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്. നയൻത് വണ്ണാണ് ഫേംനെസ്. ഫേംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് റിജിഡിൽ നിന്ന് ഒരു സോഫ്റ്റ് ടെക്സ്ചറിലോട്ട് ആവുന്നത്. ഫ്രൂട്ട് മേ ചേഞ്ച് ഇൻ ടെക്സ്ചർ ഡ്യൂറിങ് മെച്ചുറേഷൻ ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് റൈപ്പനിങ് വെൻ ദേ മേ റാപ്പിഡ്ലി ബിക്കം സോഫ്റ്റർ. അതായത് ഫ്രൂട്ട്സ് മെച്ചുർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റൈപ്പൻ ആവുന്ന സമയത്ത് ഇത് റാപ്പിഡ്ലി സോഫ്റ്റ് ടെക്സ്ചറിലോട്ട് മാറും. എക്സസീവ് ലോസ് ഓഫ് മോയ്സ്ചർ മേ ഓൾസോ അഫക്ട് ദ ടെക്സ്ചർ ഓഫ് ദ ക്രോപ്പ്.
അതായത് മോയ്സ്ചർ ലോസ് ആവുന്നത് കൊണ്ടും ഈ സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടും. ദ ടെക്സ്ചറൽ ചേഞ്ചസ് മേ ബി ഡിറ്റക്റ്റഡ് ബൈ ടച്ച് ആൻഡ് ദ ഹാർവെസ്റ്റർ മേ സിംപ്ലി ബി ഏബിൾ ടു ജെന്റ്ലി സ്ക്വീസ് ദ ഫ്രൂട്ട് ആൻഡ് ജഡ്ജ് വെദർ ടു ഹാർവെസ്റ്റ് ഇറ്റ്. അപ്പം ഈ ഫിംനെസ് നമുക്ക് നോർമലി ടച്ച് ചെയ്യുന്നത് വഴി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹാർവെസ്റ്ററിന് ജസ്റ്റ് സിംപ്ലി ഇതിനെ ഒന്ന് സ്ക്വീസ് ചെയ്താൽ മതി ഫ്രൂട്ടിനെ. അപ്പം നമുക്ക് മനസ്സിലാകും ഇതെപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ദ ഫിംനെസ് ഓഫ് പീച്ചസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിങ് ദ ഹാർവെസ്റ്റ് സീസൺ ആൻഡ് ദീസ് ചേഞ്ചസ് കുഡ് ബി മെഷേർഡ് യൂസിങ് എ മാഗ്നസ് ആൻഡ് ടൈലർ ടൈപ്പ് പ്രഷർ ടെസ്റ്റർ. അപ്പം ഈ ഫിംനെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാഗ്നസ് ആൻഡ് ടൈലർ ടൈപ്പ് പ്രഷർ ടെസ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്. ഇനി 10th വണ്ണാണ് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ്. അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടിനെ മെയിൻലി വാട്ടർമെലൺ കൂട്ടുള്ള ഫ്രൂട്ടിനെ അത് മെച്ചുറായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ നോക്ക് ചെയ്യും. ഫിംഗറിൻ്റെ നക്കിൾ വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ടായിരിക്കും ഇത് മെച്ചുറായോ ഇത് റൈപ്പനായോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റിൽ വരുന്നത്. സൗണ്ട് ഓഫ് എ ഫ്രൂട്ട് ആസ് ഇറ്റ് ഈസ് ടാപ്ഡ് ഷാർപ്ലി വിത്ത് എ ഫിംഗർ നക്കിൾ ക്യാൻ ചേഞ്ച് ഡ്യൂറിങ് മെച്ചുറേഷൻ ആൻഡ് റൈപ്പനിങ്. ഫിംഗറിൻ്റെ നക്കിൾ വെച്ച് ടാപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകും ഇത് മെച്ചുറായോ റൈപ്പനായോ എന്ന്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഹാസ് ബീൻ അപ്ലൈഡ് ഇൻ എക്യുപ്മെൻറ്റ് വിച്ച് പുട്ട്സ് വൈബ്രേഷൻ എനർജി ഇൻ ടു ദ ഫ്രൂട്ട് ആൻഡ് മെഷേഴ്സ് ദ റെസ്പോൺസ് ഓഫ് ദ ഫ്രൂട്ട് ടു ദിസ്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് ഫ്രൂട്ടിലോട്ട് ഒരു വൈബ്രേഷൻ എനർജി കൊടുക്കും. ആ വൈബ്രേഷൻ എനർജി കൊടുക്കുന്ന സമയത്ത് ഫ്രൂട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമ്മൾ മെഷർ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും ഫ്രൂട്ട് റൈപ്പനായോ ഇല്ലയോ എന്നുള്ളത്. These methods are employed for maturity judgment of melons, apples, avocado, etc. അപ്പോൾ ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് വാട്ടർമെലൺസ്, ആപ്പിൾസ്, അവക്കാഡോ കൂട്ടുള്ള ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടാണ്. ഇനി കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജുകൾ. ആ എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്തുവെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ഗ്രാവിറ്റി ഓർ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഓർ ലിക്വിഡ്സ് കമ്പയർഡ് ടു പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ അറ്റ് 62 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഈ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണ് എടുക്കുന്നത് അതിൻ്റെ റിലേറ്റീവ് ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റ് അത് എന്തിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും, പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടറിനെ 62 ഡിഗ്രി സെൽഷ്യസിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കേസിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിളിനെ നമ്മൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്നത് ആദ്യമേ നമ്മൾ ഇതിനെ എയറിൽ വെയിറ്റ് എടുക്കും, എന്നിട്ട് നമ്മൾ പ്യുവർ വാട്ടറിൽ വെയിറ്റ് എടുക്കും. അപ്പം ഇതിൻ്റെ വെയിറ്റ് ബൈ പ്യുവർ വാട്ടറിലുള്ള വെയിറ്റ് ആണല്ലോ. അപ്പോൾ എയറിൽ വെയിറ്റ് എടുത്തു, പ്യുവർ വാട്ടറിൽ വെയിറ്റ് എടുത്തു, എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. അപ്പോൾ ഫ്രൂട്ട് മെച്ചർ ആവുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അത് എഴുതിയിരിക്കുന്നത് ഇൻ പ്രാക്ടീസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് is weighed in air and then in pure water, and its weight in air is divided by the loss of weight in water, thus giving its specific gravity. As fruit mature, their specific gravity increases. This parameter is rarely used in practice to determine when to harvest a crop. അപ്പം ഈ പാരാമീറ്റർ നമ്മൾ റെയർലി യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ്, എപ്പോഴൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പം ഇത് എപ്പോഴാണ് ഒരു ഫ്രൂട്ടിനെ അല്ലെങ്കിൽ വെജിറ്റബിളിനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഡു ദിസ്, ദ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ ടാങ്ക് ഓഫ് വാട്ടർ. Those that float will be less mature those that sink. അപ്പം ഈ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്ക് ഓഫ് വാട്ടർ എടുക്കും, എന്നിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ അതിൽ പ്ലേസ് ചെയ്യും. അപ്പം ഫ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് മെച്ചുവർ ആയിരിക്കും, സിങ്ക് ചെയ്തേക്കുന്നത് മെച്ചുവേർഡ് ഫ്രൂട്ട്സ് ആയിരിക്കും. ഇനി ഇതിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാങ്കിൽ വാട്ടർ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി 12th വണ്ണാണ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്. ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡിൽ NMR ആണ് യൂസ് ചെയ്യുന്നത്. NMR ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് സിമിലർ മൈക്രോ ഇമേജസ് ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ഫ്രൂട്ട്സ്. അതായത് ഫ്രൂട്ട്സിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനകത്തുള്ള മൈക്രോ ഇമേജസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് NMR യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NMR has also been shown to correlate well with the sugar content of bananas and apples and the oil content of avocado. അപ്പോൾ NMR വെച്ചിട്ട് നമുക്ക് ബനാന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഷുഗർ കണ്ടൻറ്റ്, അതുകൂട്ട് അവക്കാഡോയുടെ ഓയിൽ കണ്ടൻറ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആപ്പിൾ, പീച്ച്, പെയർ, ഒനിയൻ അതേപോലുള്ളതിനകത്ത് എന്തെങ്കിലും ബ്രൂയിസസ്, എന്തെങ്കിലും പാടുകളും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻസെക്റ്റ് ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ NMR നമുക്ക് ഡിറ്റക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യും.
NMR microscopy with a high field spectrophotometer and with a surface rendering technique was able to display the spatial arrangements of seeds and vascular tissue of soft fruits. ഒപ്പം ഈ NMR ടെക്നിക്ക് നമുക്ക് എന്ത് ചെയ്യും, അതായത് നമ്മുടെ ഫ്രൂട്ടിനകത്തുള്ള സീഡ്സിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, അതുകൂട്ട് തന്നെ ഇതിൻ്റെ വാസ്കുലാർ ടിഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫ്രൂട്ട് റൈപ്പനായോ, ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മെച്യൂരിറ്റി എത്തിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്തതാണ് നിയർ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ്. NIR ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് മോയ്സ്ചർ കണ്ടൻറ്റ് യൂസിങ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അപ്പം അവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ആയിരുന്നു യൂസ് ചെയ്തത് NMRൽ. NIRൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ വെച്ചിട്ടാണ്. അപ്പം ഇത് വെച്ചിട്ടും ഫ്രൂട്ട് ഫേംനെസ്, അസിഡിറ്റി, സോലുബിൾ സോളിഡ്സ്, അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ഇതിനകത്തും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് മേ ബി പോസിബിൾ ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഓൺ ദ ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് ഫ്രൂട്ട്സ് വിത്ത് അൺഡിസൈറബിൾ മിനറൽ കോൺസെൻട്രേഷൻ. അപ്പം ഇതിനകത്തുള്ള അൺഡിസൈറബിൾ മിനറൽ കോൺസെൻട്രേഷനും ഈ NIR യൂസ് ചെയ്ത് ഫ്രൂട്ട്സിനകത്തേത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേസും യൂസ് ചെയ്യുന്നുണ്ട്, ഗാമ റേസും യൂസ് ചെയ്യുന്നുണ്ട്. The basis of these tests depend on the rate of transmission of the rays through the produce. Light transmission increases as the produce matures. നമ്മൾ നേരത്തെ ഓപ്റ്റിക്കൽ മെത്തേഡിൽ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗാമ റേസ് അല്ലെങ്കിൽ എക്സ്റേസ് ഇതിനകത്തൂടെ പാസ് ചെയ്യും. അപ്പം ഈ നമ്മുടെ ഇതിനകത്തുള്ള ലൈറ്റ് ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത് മെച്ചുറായോ ഇല്ലയോ എന്ന് റേഡിയേഷൻ വഴിയും കണ്ടുപിടിക്കുന്നത്. എക്സ്റേസ് ഓൾസോ യൂസ് ഇറ്റ് ടു ഡിറ്റക്ട് ഇന്റേർണൽ ഡിസോർഡേഴ്സ് ഓഫ് ക്രോപ്സ് സച്ച് ആസ് ഹോളോ ഹെർട്ട് ഇൻ പൊട്ടറ്റോസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് പൊട്ടറ്റോ ട്യൂബേഴ്സ് ഫ്രം എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് സച്ച് ആസ് സ്റ്റോൺസ്. അപ്പോൾ എക്സ്റേ വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോയിലുള്ള ഹോളോ ഹെർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രേനിയസ് മാറ്റർ, അതായത് സ്റ്റോൺ കൂട്ടത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടിനകത്തൂടെ ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്തിട്ട് ഇത് റൈപ്പനായോ ഇല്ലയോ മെച്യൂരിറ്റി ആയോ എന്ന് നമ്മൾ അറിയുന്നതാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. ക്യാരിഡ് ഔട്ട് പാസിംഗ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ദ ഫ്രൂട്ട്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇംപെഡൻസ് ആർ എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി ആസ് ദീസ് പ്രോപ്പർട്ടീസ് വേരി വിത്ത് ഫ്രഷ്നെസ് ഓർ ഏജ് ഓഫ് ഫ്രൂട്ട്. അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇംപെഡൻസ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂട്ടുള്ള പ്രോപ്പർട്ടികളാണ്. ഇത് നമ്മുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ മെച്ചുർ ആവുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് പീച്ച് ചേഞ്ച്ഡ് വിത്ത് ഫ്രൂട്ട് റൈപ്പൻസ്. പീച്ചിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ആ പീച്ചിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഫ്രൂട്ട് റൈപ്പൻ ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇൻ വാട്ടർമെലൺസ് സ്പെസിഫിക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അപ്പിയർ ടു ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ഷുഗർ കണ്ടൻറ്റ്. വാട്ടർമെലൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, ഷുഗർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഷുഗർ കണ്ടൻറ്റ് കൂടിയെന്നർത്ഥം. ഷുഗർ കണ്ടൻറ്റ് കൂടിയാൽ അത് റൈപ്പായിന്ന്, അപ്പോൾ അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈമായി എന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ മെത്തേഡ്സ്. ഇനി സെക്കൻഡ് വണ്ണാണ് കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സിൽ ഫസ്റ്റ് വണ്ണാണ് ജ്യൂസ് കണ്ടൻറ്റ്. ജ്യൂസ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൽ മെച്ചുർ ആവുന്നതിനനുസരിച്ച് ഫ്രൂട്ടിനകത്തുള്ള ജ്യൂസ് കണ്ടൻറ്റിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ദ ജ്യൂസ് ഫ്രൂട്ട് ഓഫ് മെനി ഫ്രൂട്ട്സ് ഇൻക്രീസസ് ആസ് ദ മെച്ചുർ ഓൺ ദ ട്രീ. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ബൈ ടേക്കിംഗ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ഓഫ് ദ ഫ്രൂട്ട്, എക്സ്ട്രാക്ടിങ് ദ ജ്യൂസ് ഇൻ എ സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെസിഫൈഡ് വേ ആൻഡ് ദെൻ റിലേറ്റിംഗ് ദ ജ്യൂസ് വോളിയം ടു ദ ഒറിജിനൽ മാസ് ഓഫ് ദ ഫ്രൂട്ട്, ഇറ്റ് ഈസ് പോസിബിൾ ടു സ്പെസിഫൈ ഇറ്റ്സ് മെച്യൂരിറ്റി. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവായിട്ട് സാമ്പിളിംഗ് മെത്തേഡ് വഴി ഒരു ഫ്രൂട്ടിനെ നമ്മൾ എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ജ്യൂസിനെ അവർ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് വേ ഉണ്ട്. ആ വേ കൂടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കിട്ടിയ ജ്യൂസ് വോളിയം നമ്മുടെ ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ എത്ര മാസ് ഉണ്ട് അതിനോട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പം മെച്ചുർ ആവാത്തയാണെന്നുണ്ടെങ്കിൽ അത്രയും ജ്യൂസിൻ്റെ വോളിയം തരത്തില്ല. നല്ല മെച്ചുറായി റൈപ്പൻ ആയതാണെങ്കിൽ നല്ല ജ്യൂസ് വോളിയം കിട്ടും. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് റൈപ്പനായോ ഇല്ലയോ എന്നുള്ളത്. ഇനി ചില കൺട്രിയിൽ ലെജിസ്ലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു മിനിമം ജ്യൂസ് കണ്ടൻറ് ഉണ്ട്. നമ്മുടെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള മിനിമം ജ്യൂസ് കണ്ടൻറ്റ് ചില കൺട്രികളിൽ പറയുന്നുണ്ട്. അതാണ് താഴെ കൊടുത്തേക്കുന്നത്. നേവൽ ഓറഞ്ചസിനാണെങ്കിൽ മിനിമം 30% ജ്യൂസ് കണ്ടൻറ്റ് കിട്ടണം. അതർ ഓറഞ്ചസിന് 35%, ലെമൺസിന് 25%, മാൻഡ്രൈൻസ് 33%. ഇത്രയെങ്കിലും ഈ ഫ്രൂട്ട്സിനൊക്കെ മിനിമം ജ്യൂസ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് വണ്ണാണ് ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ഡ്രൈ മാറ്റർ പെർസെൻറ്റേജ്. ഓയിൽ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൻലി അവക്കാഡോയ്ക്കാണ്. അവക്കാഡോയിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടൻറ്റ് ഉള്ളത്. Oil content of the fruit may be used to determine the harvest maturity. Oil content which increases with the onset of maturity can be used as a reliable index for maturity determination of avocado, which should not be less than 8% by weight excluding skin and seed.
ഓയിൽ കണ്ടന്റ് ഇൻ അവക്കാഡോ ഇസ് റിലേറ്റഡ് ടു മോയ്സ്ചർ കണ്ടന്റ്. അവക്കാഡോയിലുള്ള ഓയിൽ കണ്ടന്റ് മോയ്സ്ചർ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആണ്. അവക്കാഡോയിൽ സ്കിന്നും സീഡും ഒക്കെ കഴിഞ്ഞിട്ട് മിനിമം 8% എങ്കിലും ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം, എന്നെങ്കിലും ഇത് മെച്ചുറായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി തേർഡ് വണ്ണാണ് ഷുഗർ. ഷുഗർ മെയിൻലി മെച്ചുറായ ഫ്രൂട്ടിൽ ഷുഗറിൻ്റെ ഫോമിലായിരിക്കും കാണുന്നത്, മെച്ചുർ ആവാത്തതിൽ സ്റ്റാർച്ചിൻ്റെ ഫോമിലായിരിക്കും. അപ്പം ഇതിനകത്തുള്ള സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് നമ്മുടെ ഇത് ഫ്രൂട്ട് മെച്ചുറായില്ലയോ എന്ന് മനസ്സിലാവും. In climateric fruits, carbohydrates are accumulated during maturation in the form of starch. Climateric fruitsൽ carbohydrate accumulate ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലായിരിക്കും. As the fruit ripens, starch is broken down into sugars. സ്റ്റാർച്ച് റൈപ്പൻ ചെയ്യുന്ന സമയത്ത് ഷുഗേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇൻ നോൺ ക്ലൈമാറ്ററിക് ഫ്രൂട്ട്സ് ഷുഗേഴ്സ് ടെൻ ടു ബി അക്യുമുലേറ്റഡ് ഡ്യൂറിങ് മെച്ചുറേഷൻ. അപ്പം നോൺ ക്ലൈമാറ്ററിക്കിലാണെങ്കിൽ മെച്ചുർ ചെയ്യുന്ന സമയത്താണ് ഈ ഷുഗറുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇൻ ബോത്ത് കേസസ് ഇറ്റ് ഫോളോസ് ദ മെഷർമെൻറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഫ്രൂട്ട് ക്യാൻ പ്രൊവൈഡ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ സ്റ്റേജ് ഓഫ് റൈപ്പൻസ് ഓർ മെച്യൂരിറ്റി ഓഫ് ദ ഫ്രൂട്ട്. രണ്ട് സ്റ്റേജിലും നമ്മൾ ഷുഗറിൻ്റെ അളവാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻ പ്രാക്ടീസ് ദ സോലുബിൾ സോളിഡ്സ് ഓൾസോ കാൾഡ് ഡിഗ്രി ബ്രിക്സ് ആർ മെഷേർഡ് ഇൻ ദ ജ്യൂസ് ഓഫ് സാമ്പിൾസ് ഓഫ് ദ ഫ്രൂട്ട്. നമ്മളിനി ഈ ഷുഗറിനകത്ത് മെയിൻലി ചെക്ക് ചെയ്യുന്നത് അതിനകത്ത് ആ ജ്യൂസിനകത്തുള്ള സോലുബിൾ സോളിഡ്സിൻ്റെ കണ്ടൻറ്റ് അത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ബ്രിക്സ്. ഡിഗ്രി ബ്രിക്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് ഈ നമ്മൾ സോലുബിൾ സോളിഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബ്രിക്സ് ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ റിഫ്രാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും. Soluble solid content of fruit can also be measured by shining a light on fruit or vegetable and measuring the amount of light transmitted. ഒന്നെങ്കിൽ ബ്രിക്സ് വെച്ചിട്ട് സോലുബിൾ സോളിഡ്സ് മെഷർ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഹൈഡ്രോമീറ്റർ റിഫ്രാക്ടോമീറ്റർ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രൂട്ടിനെ ഒരു ലൈറ്റിൻ്റെ പ്രസൻസിലോട്ട് വെച്ചിട്ട് ഇത് എത്രത്തോളം ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടും സോലുബിൾ സോളിഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ദ ട്രാൻസ്മിഷൻ ഓഫ് നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഫോർ മെഷറിംഗ് ദ സോലുബിൾ സോളിഡ് കണ്ടന്റ് ഓഫ് മെലൺസ്. വാട്ടർമെലൻ്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ NIR ലൈറ്റ് ആയിരിക്കും ഇവിടെ കടത്തി വിടുന്നത്. അതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡാണ്, മാത്രമല്ല സിമ്പിൾ ഈസി മെത്തേഡുമാണ്. ഇനി ഫോർത്ത് വണ്ണാണ് സ്റ്റാർച്ച് കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ ആയിട്ട് കോറിലേറ്റ് ചെയ്ത ഒരു സാധനമാണ് ഈ സ്റ്റാർച്ച് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർച്ച് ഇമ്മെച്ചുറായിട്ടുള്ള ഫ്രൂട്ടിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ആ ഇമ്മെച്ചുറായ ഫ്രൂട്ടിൽ സ്റ്റാർച്ച് നമ്മൾ എടുക്കുന്ന ഫ്രൂട്ടിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെച്ചുർ ആയില്ലെന്നാണ് അർത്ഥം. The measurement of starch content in the developing fruit has provided a reliable method for assessing its harvest maturity. The method involves taking a representative sample of fruit. These fruits are cut into two and the cut surface dipped into a solution containing 4% potassium iodide and 1% iodine. The cut surface will be stained a blue-black color in the places where starch is present. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എടുത്തു, ഒരു ഫ്രൂട്ട് സാമ്പിളിംഗ് മെത്തേഡ് വഴി എടുത്തു, എന്നിട്ട് അതിനെ മിഡിലിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്യുക. ആ സൊല്യൂഷനിൽ 4% പൊട്ടാസ്യം അയഡൈഡും 1% അയഡിനും ഉണ്ട്. അപ്പോൾ ഈ അയഡിനും നമ്മളുടെ ഫ്രൂട്ടിൽ കട്ട് സർഫസിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ സ്റ്റാർച്ചുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ ബ്ലാക്ക് കളർ ഫോം ചെയ്യും. അപ്പം അങ്ങനെ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഫ്രൂട്ടിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെച്ചുർ ആയിട്ടില്ല എന്ന്. അപ്പം നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈം ആയില്ല. ഇനി ഫിഫ്ത്ത് വണ്ണാണ് അസിഡിറ്റി. The acidity of many types of fruits changes during maturation and ripening. Acidity മെച്ചുർ ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. In citrus and many other fruits, acidity progressively reduces as the fruit matures on the tree. സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിലും അസിഡിറ്റി ഫ്രൂട്ട് മെച്ചുർ ആവുന്നതിനനുസരിച്ച് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. Taking samples of these fruit, extracting the juice and titrating it against a standard alkaline solution gives a measure which can be related to optimum time of harvest. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു സാമ്പിളിനെ എടുത്തു, അതിനെ നമ്മൾ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തു, എന്നിട്ട് അതിനെ നമ്മൾ ആൽക്കലൈൻ സൊല്യൂഷൻ്റെ എഗനിസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ ടൈട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അസിഡിറ്റി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അസിഡിറ്റിയുടെ കണ്ടൻറ്റ് റിഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് മെച്ചുറായി എന്ന് അർത്ഥം. നോർമലി അസിഡിറ്റി ഈസ് നോട്ട് ടേക്കൺ ആസ് എ മെഷർമെൻറ്റ് ഓഫ് ഫ്രൂട്ട് മെച്യൂരിറ്റി ഇറ്റ് സെൽഫ്. അപ്പം നോർമൽ കേസിൽ ഫ്രൂട്ട് മെച്ചുറായോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിറ്റി മാത്രമായിട്ട് ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കത്തില്ല, അസിഡിറ്റിയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിരിക്കും. It is usually related to soluble solids giving what is termed the Brix acid ratio. അപ്പം ഈ അസിഡിറ്റി മെയിനായിട്ട് സോലുബിൾ സോളിഡ്സുമായിട്ട് റിലേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ മെയിൻലി അസിഡിറ്റി നമ്മൾ ചെയ്യുന്നത് സോലുബിൾ സോളിഡ്സും അസിഡിറ്റിയും കൂടെ ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെയാണ് ബ്രിക് ആസിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് കെമിക്കൽ മെത്തേഡ്സ്. ഇനി തേർഡ് വണ്ണാണ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്.
കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സിൽ വരുന്ന മെത്തേഡുകളാണ് കാലണ്ടർ ഡേറ്റ്, ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവെസ്റ്റ്, ഹീറ്റ് യൂണിറ്റ്, ടി സ്റ്റേജ്. അപ്പോൾ കാലണ്ടർ ഡേറ്റ് എന്താണെന്ന് നോക്കാം. കാലണ്ടർ ഡേറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻഡിസസ് ഓഫ് മെച്യൂരിറ്റി. ഇറ്റ് ഈസ് റീസണബിളി ആക്യുറേറ്റ് ഇഫ് ഫാക്ടേഴ്സ് ഓഫ് ടൈം ഓഫ് ബ്ലൂം ആൻഡ് വെദർ ഡ്യൂറിങ് ഗ്രോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് സീസൺസ് ആർ കൺസിഡേർഡ്. അപ്പം കാലണ്ടർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറഞ്ഞേക്കുന്നത്. ടൈം ഓഫ് ബ്ലൂം, എന്നിത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, ബ്ലൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെതർ, അത് എപ്പോഴത്തെയൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത്, ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തെ വെതർ, ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസണുകൾ, ഇതെല്ലാം ഈ കാലണ്ടർ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കാലണ്ടർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്ഷൻ മെത്തേഡ്സാണ്. നമ്മൾ ഇതിനെ എപ്പം ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് കാലണ്ടർ ഡേറ്റ് എന്ന് പറയുന്നത്. Calendar date is suggested to be a more reliable index of maturity than full bloom or DFFB. അതായത് കാലണ്ടർ ഡേറ്റ് ഈ ഫുൾ ബ്ലൂമിനെക്കാട്ടിലും അല്ലെങ്കിൽ ഈ DFFBയെക്കാട്ടിലും കുറച്ചുകൂടി ഒരു റിലയബിൾ മെത്തേഡാണ്. പക്ഷേ ചില ഫ്രൂട്ട്സിൻ്റെ കേസിൽ DFFB ആണ് കുറച്ചുകൂടെ റിലയബിൾ മെത്തേഡ്. അതായത് ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവെസ്റ്റ്, അതായത് ഇത് ബ്ലൂം ചെയ്തിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബ്ലൂം ചെയ്യാന്ന് പറഞ്ഞാൽ പൂക്കുക അല്ലെങ്കിൽ റൈപ്പൻ ആവുക, അങ്ങനൊരു മീനിങ്. അപ്പം ഇത് റൈപ്പനായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം. കലണ്ടർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പം ബ്ലൂം ആവാൻ വേണ്ടിയിട്ട് എപ്പോഴാണിത് റൈപ്പൻ ആവുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇറ്റ് ഈസ് sometimes DFFB may provide a better index of maturity than calendar date provided number of days used. ഇനി ചില സമയത്ത് DFFB ആണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരുന്നത്. കാരണം അതിനകത്ത് പ്രോപ്പറായിട്ട് ഡേയ്സ് പറയുന്നുണ്ട്, ബ്ലൂം തൊട്ട് ഹാർവെസ്റ്റ് വരെ എത്ര ദിവസം ഉണ്ടെന്നുള്ളത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ ഇൻഡെക്സ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഫ്രൂട്ട് ക്രോപ്സ്. ഇറ്റ് വേരി ഗ്രേറ്റ്ലി ഫ്രം ഇയർ ടു ഇയർ ആൻഡ് ഫ്രം ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ ഫ്ലക്ച്വേഷൻസ്. പക്ഷേ ഈ DFFBയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷം മാറുന്നതിനനുസരിച്ച്, ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ചൊക്കെ ഇത് ഹാർവെസ്റ്റ് ചെയ്യേണ്ട ഡേയ്സുകൾ നമുക്ക് ഒരു പ്രോപ്പർ ഡേ, ഇഫ് ആപ്പിളിന് ഇത്ര ഡേ അല്ലെങ്കിൽ പീച്ചിന് ഇത്ര ഡേ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയാണോ അത് കൃഷി ചെയ്യുന്നത് അതിനനുസരിച്ച്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ഈ പ്രോപ്പർട്ടീസൊക്കെ, ഈ ഡേയ്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ടി സ്റ്റേജ് ആൻഡ് മീൻ ഹീറ്റ് യൂണിറ്റ്. അപ്പോൾ ടി സ്റ്റേജ് എന്തോ നോക്കാം. ടി സ്റ്റേജ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ആംഗിൾ ഫോംഡ് ബൈ ഫ്രൂട്ട് റിസെപ്റ്റിക്കിൾ ആൻഡ് പെഡിസിൽ റീച്ചസ് 90 ഡിഗ്രി ആൻഡ് ഇറ്റ്സ് ടൈമിംഗ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർപൊളേഷൻ. അപ്പം ടി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ റിസെപ്റ്റിക്കിളും പെഡിസിലും തമ്മിൽ ഫോം ചെയ്യുന്ന 90 ഡിഗ്രി ആംഗിളിനെയാണ് ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ടി സ്റ്റേജ്, ഈ റിസെപ്റ്റിക്കിളും പെഡിസിലും തമ്മിലുള്ള ആ ആംഗിൾ 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇത് ഗ്രോ ചെയ്യുന്നതേ ഉള്ളൂ എന്നർത്ഥം. 90 ഡിഗ്രിയെക്കാട്ടിലും കുറഞ്ഞാൽ ഇത് ഗ്രോയിങ് സീസണൊക്കെ കഴിഞ്ഞു, മെച്ചുറായി, ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ടി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമാണ്, ആ 90 ഡിഗ്രി വരുന്നത് അതിൻ്റെ പ്രോപ്പർ ടൈമാണ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത്. Angle between pedicel and receptacle is greater than 90 degree early in the growing season and less than 90 degree late in the season. The apparent effect of temperature on flowering and fruit development stages uses of degree days or of heat summation for more accurate prediction of harvest date. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഫിസിയോളജിക്കൽ മെത്തേഡ്സ്. ഫിസിയോളജിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഫ്രൂട്ടിൻ്റെ റെസ്പിറേഷൻ റേറ്റ്, എഥിലിൻ എവല്യൂഷൻ റേറ്റ്, അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എഥിലിൻ കോൺസെൻട്രേഷൻ. റെസ്പിറേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് റെസ്പയർ ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് ദെയർ അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ഓർ ദ കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്പുട്ട് ഫ്രം ദ ഫ്രൂട്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് എത്ര ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു, അപ്ടേക്ക് ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് റെസ്പിറേഷൻ റേറ്റ്. ഇനി ഇൻറ്റേർണൽ എഥിലിൻ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ മെയിൻലി ആപ്പിൾസിൻ്റെ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇൻറ്റേർണൽ എഥിലിൻ കോൺസെൻട്രേഷൻ ആണെങ്കിലും എഥിലിൻ എവല്യൂഷൻ ആണെങ്കിലും ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയുടെ പ്രോപ്പർട്ടി വഴിയായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഹാർവെസ്റ്റ് മെച്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന 4 മെത്തേഡ്സ്. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈം ആയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന 4 മെത്തേഡ്സാണ് ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്, ഫിസിയോളജിക്കൽ മെത്തേഡ്സ്. താങ്ക് യു.